മോനെ ഇതെന്താണെന്നറിയാമോ? ഇതാണ് രമ്പയില. 5 കിലോ ബിരിയാണി ആയിരിക്കും ഒരേ ഇല ഇട്ടാൽ മതി. എന്തൊരു വാസനയായിരിക്കും. ഇതാണ് ചെംകുമരി കറ്റാർവാഴ. തണ്ട് മുറിച്ച് കഴിഞ്ഞാൽ ചുവപ്പായിരിക്കും. ഔഷധ ഗുണമുള്ള കറ്റാർവാഴയാണ്. ഇതൊരു നെയ്ച്ചേനയാണ്. ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ചേനയല്ല. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നെയ്യിൻ്റെ നിറമായിരിക്കും. ടേസ്റ്റും കൂടുതലാണ്, ഔഷധ ഗുണമുണ്ട്. ആണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ തേനും വയമ്പിലും അരച്ചു കൊടുക്കണ വയമ്പ്. ഇതാണ് ചങ്ങലം വരണ്ട. നമ്മുടെ എല്ലിൻ്റെ ആകൃതിയിലാണ് ഇത് വളരണേ. ഒടിവ് ചതവ് എല്ലാത്തിനും നല്ലതാണ്. എരുക്ക്, നടുവേദന, കൈകാലുവേദന, അതിനൊക്കെ ഉത്തമമായൊരു ഇതാണ്. ഇതെല്ലാം വീടുകളിലും വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് മധുരച്ചേമ്പ് ചുമപ്പ്, ഇത് മധുരച്ചേമ്പ് വെള്ള. പിന്നെ ഇതാണ് മസ്ലി പവർ. ഇപ്പം നമുക്ക് 1 സെൻറ്റിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിനൊരു മാതൃക കൂടിയാണ് ഞാനിത്. എൻ്റെ പേര് ലളിത ജയകുമാർ, വീട് എടപ്പള്ളി പാടിവട്ടം. എൻ്റെ മോനെ, എനിക്ക് 3 സെൻറ്റ് സ്ഥലവും 600 സ്ക്വയർ ഫീറ്റ് വീടുള്ള. ഇതിൽ തന്നെ ആവുന്നത്ര ഔഷധ സസ്യങ്ങളും അതുപോലെ പുതിന, ഒറിഗാനോ അങ്ങനെ വേണ്ട നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. 10-60 ഗ്രോ ബാഗ് ഇതിൽ വെച്ചിട്ടുമുണ്ട്. ഇതാണ് കുറ്റിക്കുരുമുളക്. ഇത് വർഷത്തിൽ ഞാൻ വെച്ചിട്ട് 12 വർഷമായി. 2 വിളവെടുപ്പ് 6 മാസം കൂടുമ്പോൾ വിളവെടുപ്പ് നടത്താം. 1/4 കിലോ 1/2 കിലോ ഇടയ്ക്ക് കുരുമുളക് ഒരു ബാഗിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. പാണ്ടം പനിക്കൂർക്കയുണ്ട്. സാധാരണ പനിക്കൂർക്കയുടെ ഉപയോഗം തന്നെ ഇതിന് സാധാരണ പനിക്കൂർക്കയുടെ തന്നെ ഉപയോഗമാണ്. പക്ഷെ നല്ല വാസനയുണ്ടാവും ഈ പനിക്കൂർക്കയ്ക്ക്. നമ്മൾ കുട്ടികൾക്കൊക്കെ മറ്റേ സാധാരണ പനിക്കൂർക്ക കൊടുക്കണ പോലെ ഈ പനിക്കൂർക്ക ഉപയോഗിക്കാം. പക്ഷെ അതൊരു അലങ്കാര ചെടിയായിട്ടും വളർത്താം. അതാണ് പ്രത്യേകത. ഇതിൻ്റെ ഒരു തൈയിന് മണ്ണുത്തിയിൽ 50 രൂപയാണ്. ഞാൻ വെറുതെ ഒടിച്ച് തരാം കേട്ടോ, ആർക്ക് വേണമെങ്കിലും. പിന്നെ ഇതാണ് ഒറിഗാനോ. നമ്മുടെ നാട്ടിൽ വളരില്ലെന്ന് ആൾക്കാർ പറഞ്ഞ ഒറിഗാനോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മലയാളികൾ അത് ഉപയോഗിക്കില്ല, ഹോട്ടലിലൊക്കെ നല്ല ഉപയോഗമുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ സാലഡിലിട്ടാൽ നല്ലതാണ്, വയറിനും നല്ലതാണ്. ചെംകുമരി കറ്റാർവാഴ, ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ജെല്ലിന് കയ്പില്ല. പിന്നെ ഇതിൻ്റെ ഇല 1 മീറ്റർ വരെ നീളം ഉണ്ടാവും. ജെല്ല് മുറിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ചുമന്ന് വരും. പിന്നെ ഇത് ഔഷധ ഗുണമുള്ളതാണ്. ഇത് കണ്ട മുറിക്കുമ്പോൾ അതേ ഇതുപോലെ ചുമന്ന ജെല്ല് വരും. ഒരു 5 മിനിറ്റ് കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ തേനും വയമ്പിലും അരച്ചു കൊടുക്കണ വയമ്പ്. ഇതിന് നല്ല വാസനയാണ്. ഇത് വെള്ളത്തിലാണ് നിൽക്കേണ്ടത്. വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗി. പിന്നെ നമുക്ക് ഭംഗിക്കായിട്ടും വളർത്താം. വീടിൻ്റെ അകത്തും ഇത് വയ്ക്കാവുന്നതാണ്. നല്ല വാസന ഉണ്ടാവും, ഭംഗിയായിട്ട് നിന്നോളും. ഇതിൻ്റെ ഇലയ്ക്ക് വരെ നല്ല വാസനയായിരിക്കും. ഇത്